Hallelujah. Praise the Lord. ദൈവത്തിന് മഹിമ ഉണ്ടാകട്ടെ. It will be most likely a continuation to what you heard last week. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടതിന്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. Sometimes the Lord wants to remind again and again and again. ചില സമയത്ത് ദൈവത്തിന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാൻ How many of you know that God does not give up on our life? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ദൈവം നമ്മുടെ ജീവിതത്തെ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. Till we change, He will keep giving the same messages again and again. നമ്മൾ മാറുന്നിടം വരെ തുടർച്ചയായിട്ട് അതേ സന്ദേശം നമുക്ക് തന്നുകൊണ്ടിരിക്കും. But in a different format. പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് മാത്രം. If we commit to change, we'll go to the next level. നമ്മൾ ആ മാറ്റത്തിന് അനുരൂപരായിട്ട് നമ്മൾ നമ്മളെ കൊടുക്കുകയാണെങ്കിൽ അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകും. So I want to study with you today, and that's what the inspiration of the Holy Spirit is from the feeding of the 5,000. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് 5,000 പേരുടെ ആ തോട്ടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ്. We have all heard that again and again and again, right? നമ്മൾ ഏവരും അത് വീണ്ടും വീണ്ടും കേട്ടിട്ടുണ്ട്. Today we are going to be reminded again. വീണ്ടും നമ്മൾ അതൊന്ന് നമ്മുടെ ഓർമ്മ പുതുക്കാൻ പോകുകയാണ്. You know that that's the only miracle which was listed in 4 gospel. നിങ്ങൾക്കറിയാവോ 4 ഗോസ്പലുകളിൽ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു അത്ഭുതം അതാണ്. So there it must be important then. അതിന്റെ അർത്ഥം അതിനൊരു മുഖ്യമായ സ്ഥാനം ഉണ്ടെന്നല്ലേ? Or rather it was repeated 4 times would mean it's very important. അല്ലെങ്കിൽ 4 പ്രാവശ്യം തുടർച്ചയായി വന്നുകൊണ്ട് അതിന്റെ അർത്ഥം അതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നല്ലേ? So all the more we got to do it again. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വീണ്ടും ഒന്ന് നോക്കാൻ പോകുന്നു. Are you ready for that? അത് നിങ്ങൾ ഇവരെ ഒരുക്കുവാണോ? So Mark chapter 6 verse 30. മാർക്കോസ് 6:13 30 നമുക്കത് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് വായിക്കാം. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. So it starts with the apostles gathered together with Jesus and they're reporting to Jesus what happened. അപ്പോൾ നമുക്ക് കാണാം അപ്പോസ്തലന്മാരൊക്കെ ഒന്നു ചേർന്ന് യേശുക്രിസ്തുവിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ എന്തുവാന്ന് പറയുകയായിരുന്നു. So there is something that has happened from Mark chapter 6 to 30. അപ്പം മാർക്കോസ് 6 തുടക്കത്തിൽ നിന്നും 30 വരെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. I will quickly do from 6 to 30. അപ്പം ഞാൻ അത് പെട്ടെന്ന് ഒന്ന് നോക്കാം. And from 30 to 44 we'll go verse by verse. എന്നിട്ട് 30 നിന്ന് 34 വരെ നമുക്ക് ഓരോരോ വചനമായിട്ട് And I will not go till we finish 44. നമ്മൾ 44 തീരാതെ ഞാൻ പോകത്തുമില്ല. So if you cooperate with me we'll go fast. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗതയിലും കടക്കാം. All right. The chapter starts with Jesus going back to Nazareth. ഇത് തുടങ്ങുന്നത് യേശുക്രിസ്തു നസറേത്തിലേക്ക് മടങ്ങുന്നിടത്താണ്. And there he taught in the synagogue. അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And people were amazed at his teaching. ആ പ്രബോധനം കേട്ട് എല്ലാവരും അതിശയപ്പെട്ടു. But immediately after that they started scoffing the message. എങ്കിലും അതിനുശേഷം അവര് ആ സന്ദേശത്തെ പരിഹസിച്ചു തുടങ്ങി. That's like trolling. അത് നമ്മൾ ഇന്നത്തെ ട്രോളിംഗ് പറയുന്ന പോലെ. And Jesus really felt rejected in that place. അപ്പൊ അവിടെ ഒരു തിരസ്കരണത്തിന്റെ അനുഭവമാണ് യേശുക്രിസ്തുവിനുണ്ടായത്. It goes on to say Jesus was amazed at their unbelief. അവരുടെ അവിശ്വാസത കണ്ട് യേശുക്രിസ്തു പോലും അത്ഭുതപ്പെട്ടു എന്നാ പറയുന്നത്. You know, you and me can amaze God. നമുക്ക് ദൈവത്തെ അത്ഭുതപ്പെടുത്താൻ സാധിക്കുമെന്ന് കാണാം. You know what? This amazing God can get amazed by our faith. നമ്മുടെ വിശ്വാസം ഈ അത്ഭുതകരമായ ദൈവത്തെ പോലും അത്ഭുതപ്പെടുത്താൻ There are സാധിക്കും. times where Jesus got amazed because of great faith. വളരെയധികം വിശ്വാസം കണ്ട് പലയിടത്തും യേശുക്രിസ്തുവിന് അത്ഭുതം And ഉണ്ടായിട്ടുണ്ട്. there was other extreme where he was amazed at the unbelief of people. എന്നാൽ മറ്റൊരു സ്ഥലത്താണെങ്കിൽ യേശുക്രിസ്തു ആൾക്കാരുടെ അവിശ്വാസം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2 sides. 2 വ്യത്യസ്ത സ്ഥാനം നമുക്ക് കാണാം. Where do you fall in? ഇതിൽ ഏതെടുത്താണ് നമ്മൾ? Let's amaze God because of our faith. നമുക്ക് നമ്മുടെ വിശ്വാസം കാരണം ദൈവത്തെ അത്ഭുതപ്പെടുത്താം. Like the centurion. ആ സെഞ്ചുറിയനെ പോലെ. When Jesus said, what great faith he has. അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു എന്ത് വലിയ വിശ്വാസം. Or like the woman who touched the hem of his garment when Jesus said, what great faith it is. അതോ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തുമ്പ് തൊട്ട് ആ സ്ത്രീയെ കണ്ട് യേശുക്രിസ്തു പറഞ്ഞു എന്ത് വലിയ അത്ഭുതമായി. But in his hometown he was rejected. എങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് ആൾക്കാർ തിരസ്കരിച്ചു. Are you with me? ഇതുവരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? You heard what Bijo ministered in the morning? വിജോച്ചൻ മിനിസ്റ്റർ നിങ്ങളെവരും കേട്ട് കാണും. He said you would have spoken to many people and not received, your message, but don't give up. നിങ്ങൾ പലരോടും സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾ പറഞ്ഞ സന്ദേശം സ്വീകരിച്ചില്ലേക്കാം, പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. Did you hear that? Yes. Hello. Yes. That's exactly what Jesus did in this Bible. ഇവിടെയും യേശുക്രിസ്തു അത് തന്നെയാണ് ചെയ്തത്. He got rejected, but Bible says
He just continued preaching, teaching, healing the sick. He continued with what he has to do. അദ്ദേഹം തിരസ്കരത്തിന്റെ അനുഭവത്തിൽ കൂടെ പോയപ്പോൾ തന്നെയും യേശുക്രിസ്തു വിട്ടുകൊടുത്തില്ല, എന്നിട്ടും പ്രബോധിച്ചുകൊണ്ടിരുന്നു, അത്ഭുതം ചെയ്തുകൊണ്ടിരുന്നു, അസുഖം ഭേദപ്പെടുത്തിക്കൊണ്ടിരുന്നു. Rejection cannot define us. തിരസ്കരണത്തിന്റെ അനുഭവം നമ്മളെ വ്യക്തിത്വത്തെ ഡിഫൈൻ Our ചെയ്യാൻ obedience defines who we are. നമ്മുടെ അനുസരണമാണ് നമ്മൾ ആരാന്ന് കാണിക്കുന്നത്. Our obedience defines who we are and whose we are. നമ്മുടെ അനുസരണം നമ്മൾ ആരുടേതാണെന്നും നമ്മൾ ആരാന്നും തെളിയിക്കുന്നു. So let not rejection slow you down or stop you. അതുകൊണ്ട് തന്നെ തിരസ്കരണം നമ്മുടെ വേഗത നിർത്തരുത്, നമ്മളെ തടസ്സപ്പെടുത്തരുത്. Rejection will happen because it happened to Christ. അത് വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കും, കാരണം യേശുക്രിസ്തുവിന്റെ അനുഭവത്തിൽ കൂടെ പോകേണ്ടി വന്നു. But stay on the assignment. എങ്കിലും നിങ്ങളുടെ നിയോഗത്തിൽ നിങ്ങൾ വ്യക്തതയോടെ നിൽക്കുക. Can you tell this loudly? I am on an assignment. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എനിക്കൊരു ദൈവിക നിയോഗമുണ്ട്, I am on an assignment. എനിക്കൊരു ദൈവിക നിയോഗമുണ്ട്, I am on a mission. എനിക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, I am on a mission. എനിക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. Tell like a military guy. എനിക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. Almost. I am on an assignment. എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു നിയോഗമുണ്ട്. No rejection can stop me what God has assigned for me. ഒരു തിരസ്കരണവും ദൈവം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിനെ തടസ്സപ്പെടുത്താനാവില്ല. So after this, Jesus went on from village to village teaching. ഇതിനുശേഷം യേശുക്രിസ്തു പല വില്ലേജിൽ പോയി പ്രബോധിച്ചുകൊണ്ടിരുന്നു. And then he called his disciples and gave them specific instruction and sent them 2 by 2 into various parts of the place. അതിനുശേഷം ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്തിട്ട് അവർക്ക് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് രണ്ട് പേരെ ടീമായിട്ട് പലയിടത്തും പിരിച്ചുവിടുകയാണ്. And disciples were teaching, preaching, healing, casting out demons. ആ ശിഷ്യന്മാരും പ്രബോധിച്ചുകൊണ്ടിരുന്നു, അത്ഭുതം ചെയ്തുകൊണ്ടിരുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. Jesus was making disciples not in classrooms, but he was making disciples in the field. യേശുക്രിസ്തു ക്ലാസ് റൂമിലല്ല ശിഷ്യരെ ഉണ്ടാക്കിയ, അങ്ങ് ജോലി നടക്കുന്നിടത്താണ്, തോട്ടത്താണ്. So this is for all those who are in 1, 2, 3. ഇത് 1, 2, 3 ഡിസൈപ്പിൾഷിപ്പിൽ ഇരിക്കുന്ന ഏവർക്കും വേണ്ടിയാണ്. Invariably I have to promote 1, 2, 3. എനിക്ക് 1, 2, 3 നിങ്ങളിലേക്ക് എത്തിച്ചാലേ മതിയാവൂ. Some of you are thinking, what is this 1, 2, 3? നിങ്ങൾ ചിലർ ചിന്തിക്കായിരിക്കും 1, 2, 3 എന്ന് വെച്ചാൽ എന്തുവാണ്. It's a discipleship program. അത് നമ്മുടെ ഒരു ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമാണ്. And in that program, അതില് you will learn, നിങ്ങൾ പഠിക്കും, but you will be sent to do what you learn. എന്ന് മാത്രമല്ല നിങ്ങൾ പഠിച്ചത് പ്രവൃത്തിയിലാക്കാൻ നിങ്ങൾ അയക്കപ്പെടുകയും. Discipleship is in the field, not in the classroom. കാരണം ശിഷ്യത്വം എന്ന് പറയുന്നത് ക്ലാസ് റൂമിലല്ല, അങ്ങ് പണി നടക്കുന്നിടത്താണ്. Tell it loudly, I am a disciple. ദൈവത്തോട് പറയാം, നമ്മളെ ഒരു ശിഷ്യരാണ്, I am a disciple. ഞാനൊരു ശിഷ്യനാന്ന് പറയാം. Therefore, you got to be in the field. അതുകൊണ്ട് നിങ്ങൾ വേല ചെയ്യണം. Therefore, I need to be in the field. അതുകൊണ്ട് ഞാനും ഇറങ്ങി വേല ചെയ്യണം. Are you with me? നിങ്ങൾ So Jesus sent 2 by 2. അതുകൊണ്ട് യേശു അവരെ രണ്ട് കൂട്ടരായിട്ട് അയച്ചു. And the disciples came back rejoicing. In fact, they were saying, it worked. ശിഷ്യന്മാരെ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടാണ് അത് ഞങ്ങളാൽ സാധിച്ചു എന്നാണ് പറയുന്നത്. Yes, it will work because it's the word of God. ഉറപ്പായിട്ട് നിങ്ങൾ കൂടി അത് സാധിക്കും, കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. Every word that is spoken by our Lord, it has to come to pass. It will work. ദൈവത്തിന്റെ വായിന്ന് വന്ന ഓരോ വചനവും സാധ്യമാവും, അത് സാധ്യമായാലേ തീരൂ. It's quite natural they were surprised that it worked. എങ്കിലും അവർ അത്ഭുതപ്പെട്ടതിൽ അതിശയൊന്നുമില്ല. But they're getting into a lifestyle of operating the way it worked. കാരണം അവർ പഠിച്ചു വരുമായിരുന്നു എങ്ങനെയാണ് ഈ വചനത്തിന്റെ ജീവിതശൈലി, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ പ്രവർത്തിച്ച് കയറുന്നത്. The next part of the chapter was the killing of John the Baptist. അതിന്റെ അടുത്ത് നമ്മൾ കാണാൻ പറ്റുന്ന യോഹന്നാൻ സ്നാപകന്റെ മരണമായിരുന്നു. And he was beheaded. അദ്ദേഹത്തിന്റെ ശിരസ്. And this news was out there in public. ഈ വാർത്ത ആണെങ്കിൽ വളരെ പബ്ലിക്കുമായി. Now look at chapter 6. 6-ാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ. Are you with me? ഇതുവരെ നിങ്ങൾ കൂടുണ്ടോ? Starts with Jesus rejected in his own hometown. യേശുക്രിസ്തു തന്റെ സ്വന്തം നാട്ടിൽ തിരസ്കരിക്കുന്ന അനുഭവത്തിലൂടെ തുടങ്ങി. Then he goes on to preach and he goes on to send his disciples 2 by 2. എങ്കിലും അദ്ദേഹം പ്രബോധിച്ചുകൊണ്ടിരുന്നു, ശിഷ്യന്മാരെ രണ്ട് കൂട്ടരായിട്ട് അയക്കുകയും ചെയ്തു. As they were in the field, one of Jesus's the one who came as a forerunner for Jesus, John the Baptist, he was beheaded. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ മുൻഗാമിയായിട്ട് അയക്കപ്പെട്ട ആളായ യോഹന്നാൻ സ്നാപകന്റെ ശിരസ് അവർ വെട്ടിക്കളയും. You thought you have a bad day. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്കാണ് ഒരു മോശമായ ദിവസം? You thought we are going through up and down. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളാണ് ജീവിതത്തിൽ മേലെയും കീഴെയും പോയിക്കൊണ്ടിരിക്കുന്നത്? This is the reality. This is up and down while Jesus was doing his ministry on this earth.
ഇതാണ് യേശുക്രിസ്തുവിന് അനുഭവിക്കേണ്ടി വന്ന ജീവിതത്തിലെ ശുശ്രൂഷന്റെ യാഥാർത്ഥ്യം. rejection, തിരസ്കരണം, persecution, പെർസിക്യൂഷൻ. yet there were miracles, എങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. yet they kept at it. എങ്കിലും അവർ They തുടർന്നുകൊണ്ടിരുന്നു. kept the focus and kept moving forward. അവരുടെ ശ്രദ്ധ തന്റെ ദൗത്യത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു. Are you with me so far? ഇതുവരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? And then the disciples came back to Jesus after the ministry. അതിന്റെ ഒക്കെ ശേഷം അവർ തിരിച്ച് യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരികയാണ്. Verse 30. 30-ാമത്തെ വാക്യം. The apostles gathered together with Jesus and they reported to him all they had done and taught. നമുക്കത് മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. This is where my message starts. ഇവിടാണ് എൻ്റെ സന്ദേശം തുടങ്ങുന്നത്. After going into the ministry field, they come back to Jesus. They return to Jesus to report what they did and what they taught. അവരെ ഐക്യപ്പെട്ട ശുശ്രൂഷ തീർന്നതിന് ശേഷം യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് അവർ റിപ്പോർട്ട് ചെയ്യുവാണ് അവരെന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നടന്നു, അവരെന്തൊക്കെ പഠിച്ചു. How many disciples in the house of God today? എത്ര ശിഷ്യന്മാരുണ്ട് ദൈവഭവനിൽ? Come on. Yeah, we are all disciples of Christ. അവരൊക്കെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നു. Make it a habit to return to Jesus and give him an account of what you did and what you taught. നിങ്ങൾ ചെയ്തതും നിങ്ങൾ പഠിച്ചതും നിങ്ങൾ പഠിപ്പിച്ചതും എന്തുവാന്ന് നിങ്ങളുടെ നിയോഗം കഴിഞ്ഞിട്ട് മടങ്ങി യേശുക്രിസ്തുവിലേക്ക് വന്ന് കണക്ക് ബോധിപ്പിക്കുന്നത് ഒരു ശീലമാക്കി. If we do not have a habit of giving an account, നിങ്ങൾ കണക്ക് ബോധിപ്പിക്കുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റിയില്ലെങ്കിൽ it's highly likely that we will get strayed away from the one whom we are obeying. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയിൽ നിന്നും വഴിമാറി പോകാൻ സാധ്യതയുണ്ട്. If your ministry does not get you to return to Jesus and give an account, it is a sign that we are slowly drifting away from the very person that we are preaching about. നിങ്ങളുടെ ശുശ്രൂഷ യേശുക്രിസ്തുവിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവന്ന് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ വളരെയധികം സാധ്യതയുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ വഴിമാറി പോകാൻ. So schedule time to report to Jesus. അതുകൊണ്ട് തന്നെ നേരം കണ്ടെത്തുക യേശുക്രിസ്തുവിന്റെ സ്ഥാനത്തിലേക്ക് മടങ്ങി. And the reporting time is not your prayer list. Reporting time is to tell what you did with what you have and to talk about what you taught, to see if it is biblically sound, if it is aligned to his ways, if it is aligned to his nature, if it is kingdom principle or not. Let us get into a habit of giving an account to the Lord. അപ്പൊ നിങ്ങൾ കണക്ക് ബോധിക്കാൻ ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു പട്ടികമായിട്ട് ആവരുത്. പകരം നിങ്ങൾ എന്തു ചെയ്തു, നിങ്ങൾ ചെയ്തത് ദൈവഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ദൈവം നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ കറക്ഷൻ ഉള്ളിൽ വരുത്താൻ നിങ്ങൾ ഒരുക്കമാണോ എന്നുള്ളതിനായിരിക്കണം. Let's call it a name for this meeting. ഈ മീറ്റിംഗിന് നമുക്കൊരു പേര് കൊടുക്കാമോ? Because it's not prayer. കാരണം ഇത് പ്രാർത്ഥനയല്ല. Are you with me? Please do your prayers. നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെന്നല്ല, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. But you need to give an account. പക്ഷെ കണക്ക് ബോധിക്കാനും ദൈവസാന്നിധ്യത്തിലേക്ക് What's a good name for this meeting? അതിനൊരു ആ മീറ്റിംഗിന് ഒരു നല്ല പേരെന്തുവാ? Review meeting? Who said review meeting? റിവ്യൂ മീറ്റിംഗ്. അങ്ങനെ ഒരാൾ പറഞ്ഞു. Review meeting? റിവ്യൂ മീറ്റിംഗ് നമുക്കൊരു ഓപ്ഷനായിട്ട് വെക്കാം. Let's sign it off. നമുക്ക് അതങ്ങ് തീരുമാനിക്കാം റിവ്യൂ മീറ്റിംഗ്. Or any other options? അതോ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? I'm fine with that too. Talking with Jesus? Coffee with Jesus. I like that. But what do you do with the coffee? Along with that coffee, what do you talk? It is a report. Let's make it. I was thinking of, call it a bit of military term. ഞാൻ അതിനൊരു മിലിറ്ററി പദം കൊടുക്കാമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. Simply because we are in the kingdom. കാരണം നമ്മളൊരു ദൈവരാജ്യത്തിലല്ലേ പ്രവർത്തിക്കുന്നത്. And so I was thinking, let's call it a mission debrief. അതുകൊണ്ട് ഞാൻ അതിന് മിഷൻ ഡീബ്രീഫിംഗ് എന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. Like it? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? You like it? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? Take it. എന്നെങ്കിൽ അത് സ്വീകരിക്കുക. Let's have a mission debrief with Jesus. നമുക്ക് യേശുക്രിസ്തുവിന്റെ അടുത്ത് പോയി നമുക്ക് തന്ന മിഷനുടെ കണക്ക് ബോധിക്കും. Where we are not praying for something. അതിൽ നമ്മൾ എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി അല്ല We പ്രാർത്ഥിക്കുന്നത്. are giving an account to Jesus. നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ കണക്ക് And യേശുക്രിസ്തുവിന് that's a good ബോധിപ്പിക്കുക. stewardship. അതൊരു നല്ല സ്റ്റ്യൂവർഷിപ്പാണ്. With what you have given me, this is what I have done, this is what I have taught.
നിങ്ങൾ എനിക്ക് തന്നതിൽ നിന്നും ഇതാണ് ഞാൻ ചെയ്തത്, ഇതാണ് ഞാൻ പഠിപ്പിച്ചത്, ഇങ്ങനെയാണ് ഞാൻ ഫലം പുറപ്പെടുവിച്ചത്. And just in case you have not done anything or not taught anything, still go to the mission debrief and say, I have not done it, I'll make an attempt next week. ഇനി നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും തിരിച്ചു മടങ്ങി സാന്നിധ്യത്തിൽ പോയി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അടുത്ത പ്രാവശ്യം ഞാൻ ശ്രമിക്കാം But എന്ന് പറഞ്ഞു. disciples gives an account to Jesus. പക്ഷെ ശിഷ്യന്മാര് യേശുക്രിസ്തുവിന് കണക്ക് ബോധിപ്പിക്കും. In fact, Jesus gave an account to his Father. യേശുക്രിസ്തു പോലും പിതാവിന് കണക്ക് ബോധിപ്പിച്ചു. And that's why he said, I have accomplished everything that you have entrusted to me. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ, അങ്ങ് എനിക്ക് ചെയ്യാൻ തന്നതൊക്കെ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. And one day we will have to give an account to the Father. ഒരു നാൾ നമുക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. And if you are giving an account on a weekly basis, daily basis, monthly basis, it is easier to give an account when we go to the Father. നിങ്ങൾ ദിനംതരം ആഴ്ചതോറും മാസം തോറും കണക്ക് കൊടുക്കുന്ന ഒരു ശീലമാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമാവും അവസാന നാൾ. Are you with me? ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Verse 30, it was a mission debrief that was happening. 30ാമത്തെ വാക്യം അന്ന് നടന്ന ഒരു മിഷൻ ഡീബ്രീഫിംഗ്. Verse 31. 31ാമത്തെ വാക്യം നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവർ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. Who said this? ആരാണിത് പറഞ്ഞത്? Who said this? ആരാണിത് പറഞ്ഞത്? Jesus. To whom? യേശുക്രിസ്തു. ആരോട് പറഞ്ഞു? To his disciples. എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. He said what? എന്തുവാണ് പറഞ്ഞത്? Come away by yourself. തനിച്ചൊരിടത്തേക്ക് മാറി വരാൻ. And let's go to a secluded place. ആരുമില്ലാത്തൊരിടത്തേക്ക് നമുക്ക് പോവാം. And find some rest. അവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. This is another kind of a meeting. ഇത് മറ്റൊരു തരത്തിലുള്ള മീറ്റിംഗ് ആണ്. This is not a mission debrief now. ഇതിപ്പോ ഒരു മിഷൻ ഡീബ്രീഫിംഗ് അല്ല. It is a place of rest. ഇത് വിശ്രമത്തിന്റെ ഒരു സ്ഥാനമാണ്. It is Christ telling the disciples, come to a secluded place and find some rest. ഇത് യേശുക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുന്നതാണ്, കൂടെ എൻ്റെ കൂടെ വന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾ വിശ്രമിക്കുക എന്ന്. It is not rest because they finished some work. It is rest for them to move forward. അവരൊരു ജോലി ചെയ്ത് തീർത്തത് കൊണ്ട് വന്ന് വിശ്രമിക്കുകയല്ല, മുന്നോട്ടുള്ള നീക്കം, അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള It വിശ്രമം. is not resting from work, but it is to rest and then go out for work. ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കുകയല്ലായിരുന്നു, വിശ്രമിച്ചതിന് ശേഷം അടുത്ത നിയോഗത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയായിരുന്നു. Because the rest was crucial for what was lying ahead. കാരണം മുന്നിലിരിക്കുന്ന പദ്ധതിക്ക് അന്ന് വിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. But the world has taught it reverse for us. എങ്കിലും ലോകം നമ്മളെ തലതിരിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. It takes us to a burnout നമ്മളെ ഒരു ബേൺ ഔട്ട് വരെ ഈ ലോകം കൊണ്ടുപോകും. and then tells us to rest. എന്നിട്ട് നമ്മളെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകും. And then we go out into another burnout. എന്നിട്ട് നമ്മൾ വീണ്ടും മറ്റൊരിടത്തേക്ക് പോയി എരിഞ്ഞു തീരും. And then we go for rest. എന്നിട്ട് നമ്മൾ വീണ്ടും വിശ്രമിക്കാൻ പോകും. But the kingdom principle is very different. എങ്കിലും ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ വ്യത്യാസം. We operate out of rest. നമ്മൾ വിശ്രമത്തിൽ നിന്നുമാണ് We operate out of the presence of the Father. നമ്മൾ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുമാണ് We പ്രവർത്തിക്കുന്നത്. don't go to rest because we have slogged, but we go out of rest to work what is entrusted for us. നമ്മൾ ക്ഷീണിച്ച് തളർന്ന് ഇല്ലാതാകുന്നതുകൊണ്ടല്ല നമ്മൾ വിശ്രമിക്കാൻ പോകുന്നത്, നമുക്ക് വേണ്ടി മുന്നിൽ വെച്ചിരിക്കുന്ന നിയോഗത്തിന് വേണ്ടി പ്രാപിക്കാനാണ് നമ്മൾ വിശ്രമത്തിലേക്ക്. Rest is something which God our Father himself constituted it. ഈ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ പിതാവായ ദൈവം തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. It was not after slogging a full week you take a rest. No, you rest in his presence so that you have a fantastic week ahead. നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്നത് നമുക്ക് മുമ്പേ അനുഗ്രഹീതമായ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ്. We don't operate out of burnout, we operate out of rest. എരിഞ്ഞു തീർന്ന് ഇല്ലാതാകുന്നതുകൊണ്ടല്ല നമ്മൾ വിശ്രമിക്കാൻ പോകുന്നത്, നമ്മൾ ആ വിശ്രമത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. I want you to just close your eyes for a second. നമുക്ക് ഏവർക്കും കുറച്ചു നേരം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Where Jesus is saying to his disciples, come away by yourself to a secluded place and rest a while. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കുറച്ചു നേരം കൂട്ടത്തെ വിട്ട് പിരിഞ്ഞ് എൻ്റെ കൂടെ ഒരിടത്തേക്ക് വിശ്രമിക്കാൻ. And I want you to hear this. This is the word from God. Come away by yourself and find some rest with me. നിങ്ങൾ ഇത് കേൾക്കണം, ഇതാണ് ദൈവത്തിന്റെ വചനം. നിങ്ങൾ ഒരിടത്ത് കൂട്ടം വിട്ട് മാറി വിശ്രമിക്കാൻ എൻ്റെ I'll make it simple. Jesus is calling you and says, come to a place of rest.
ഞാൻ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആക്കി തരാം. യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്നത് ഒരു വിശ്രമത്തിന്റെ സ്ഥലത്തേക്ക് Now വരുവാൻ. put your name in that scripture. ആ വചനത്തിൽ നിങ്ങളുടെ പേര് വെച്ചാട്ടെ. Put your name in that scripture. നിങ്ങളുടെ പേര് ആ വചനത്തിൽ വെച്ചാട്ടെ. Put your name in that scripture. നിങ്ങളുടെ പേര് ആ വചനത്തിൽ വെച്ചാട്ടെ. So if I were to call that, I would say, I would just close my eyes and I will hear Jesus saying, Abraham, come away by yourself to a secluded place and rest a while. ഇപ്പൊ ഞാനായിരുന്നു ദൈവത്തിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കേട്ടേനേം, എബ്രഹാമേ, നീ കൂട്ടം വിട്ട് പിരിഞ്ഞ് ഒരു തനിച്ചുള്ള ഇടത്തിലേക്ക് എൻ്റെ കൂടെ വന്ന് വിശ്രമിക്കാൻ. I want you to hear that with your name on it. നിങ്ങൾ അത് നിങ്ങളുടെ പേര് വെച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. In his kingdom there is no strife. ദൈവത്തിൻ്റെ രാജ്യത്ത് അധികം വേലയില്ല. He wants us to operate out of the rest. നമ്മൾ വിശ്രമത്തിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. He's calling you, come. നിങ്ങളെ വരാൻ വിളിക്കുകയാണ് ദൈവം. Come. വാന്ന് വിളിക്കുകയാണ്. Come. വാന്ന് വിളിക്കുകയാണ്. Come. വാന്ന് വിളിക്കുകയാണ്. Come by yourself. തനിച്ചു വരാൻ വിളിക്കുകയാണ്. He's not asking you to come as a group. He's saying, come by yourself. കൂട്ടമായിട്ട് വരാനല്ല, തനിച്ചു വരാനാണ് നിങ്ങളെ Let's വിളിക്കുന്നത്. go to a secluded place തനിച്ചുള്ളൊരിടത്തേക്ക് and rest for a while. അവിടെ കുറച്ചു നേരം വിശ്രമിക്കുക. Hallelujah. Will you give your response to this invitation? ഈ ക്ഷണത്തിന് നിങ്ങൾ പ്രതികരിക്കുമോ? What would be your response? എന്തുമായിരിക്കും നിങ്ങളുടെ പ്രതികരണം? Yes? Yes? ഊവെന്നാണോ? Yes? ഊവെന്നാണോ? Is there anything that is stopping you from giving the time to be in the Lord's presence? ദൈവ സാന്നിധ്യത്തിൽ അല്പനേരം ചെലവഴിക്കുന്നതിന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ? Is work coming in between? നിങ്ങളുടെ ജോലി അതിന്റെ നടുക്ക് വരുന്നുണ്ടോ? Is ministry coming in between? നിങ്ങളുടെ സുവിശേഷം, Is your family coming in between? നിങ്ങളുടെ കുടുംബം, Is business coming into between? അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്, Or some of the burdens, the loans, the education, whatnot. There are many things that could come in between. അല്ലെങ്കിൽ ഭാരങ്ങൾ, ബാധ്യതകൾ, നിങ്ങളുടെ ലോണുകൾ, അങ്ങനെ എന്തെങ്കിലും അതിന്റെ നടുക്ക് വരുന്നുണ്ടോ? Is it taking a place of God for in your life? അത് ദൈവത്തിന്റെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നുണ്ടോ? If not, just cast your burden and come to Him and rest with Him. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഭാരമെല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ച് So you might have a ദൈവത്തിൽ വന്ന് question, വിശ്രമിച്ചാട്ടെ. what do I do in that time? അപ്പൊ നിങ്ങൾ ചിന്തിക്കായിരിക്കും, ആ നേരം ഞങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? This is a meeting where there is no agenda. ഇതൊരു അജണ്ടയും ഇല്ലാത്ത മീറ്റിംഗ് ആണ്. You know, we should learn to just be with Jesus. യേശു ക്രിസ്തുവായിട്ട് ഒന്നും ചെയ്യാതെ കുറച്ച് നേരം ചെലവഴിക്കാൻ നമ്മൾ പഠിക്കണം. It's not a prayer. അതൊരു പ്രാർത്ഥനയല്ല. It's not some warfare praying. അത് പ്രാർത്ഥന യുദ്ധമല്ല. It's being with Jesus. യേശു ക്രിസ്തുവിന്റെ കൂടെ കുറച്ച് നേരം There is ചെലവഴിക്കണം. no asking. അവിടെ ഒന്നും നമ്മൾ ചോദിക്കേണ്ട There ആവശ്യമില്ല. is no prayer request. അവിടെ ഒരു പ്രാർത്ഥന റിക്വസ്റ്റും ഇല്ല. There is no fiery tongues out there. അവിടെ എരിയുന്ന അഗ്നിയുടെ നാവൊന്നുമില്ല. It is just being in the presence of the Father. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക മാത്രം. When it says come by yourself, Christ really means come by yourself. നിങ്ങളെ ഒറ്റയ്ക്ക് വരാൻ ക്ഷണിക്കുമ്പോൾ സത്യമായിട്ട് യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ. Because He wants to love on you. കാരണം അദ്ദേഹത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് And He ഒഴുക്കാൻ doesn't ആഗ്രഹിക്കുന്നു. want a distraction there. അവിടെ ഒരു തരം ഡിസ്ട്രാക്ഷനും ആവശ്യമില്ല. So keep away the phones. അതുകൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ചാട്ടെ, Keep away the laptops. ലാപ്ടോപ്പൊക്കെ മാറ്റി Go to a place. ഒരു സ്ഥലത്തേക്ക് പോയി Just sit in His presence. ദൈവ സാന്നിധ്യത്തിൽ വെറുതെ ഇരിക്കുക. Maybe you start with a light music for a minute just to bring just to avoid any distraction. ഒരു പക്ഷേ ഡിസ്ട്രാക്ഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക് ആയിട്ട് തുടങ്ങാം. About a minute maybe. അത്ര വലിയ ശബ്ദമൊന്നും ഉള്ളതല്ല. And then switch it off എന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്യുക. and just look to the Father. പിതാവിലേക്ക് നോക്കുക. And center yourself saying, Lord, I am in your presence.
നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ച് പറയുക, പിതാവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. That is solitude. അതാണ് തനിമ. That's exactly what Jesus did time and again. അതാണ് യേശു ക്രിസ്തു ഓരോ പ്രാവശ്യവും വീണ്ടും വീണ്ടും ഒറ്റയ്ക്ക് He മുമ്പ് would ചെയ്തുകൊണ്ട് go into the wilderness just to be with the Father. ദൈവ സാന്നിധ്യത്തിൽ പോകാൻ വേണ്ടിയാണ് തനിച്ചു പോയത്. And that's the practice he was teaching disciples, drawing them, telling, come and be in my presence. ആ പരിശീലനമാണ് ശിഷ്യന്മാർക്കും കൊടുത്തിട്ട് പറഞ്ഞ, വാ എൻ്റെ സാന്നിധ്യത്തിൽ ഒറ്റയ്ക്ക്. And while you are in the presence, നിങ്ങൾ ആ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ you will start hearing whispers from the Father. ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഒച്ചകൾ കേൾക്കും. You would feel his arm around you. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ചുറ്റും നിങ്ങൾ അനുഭവിക്കും. And he will tell you, you are loved. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് നിങ്ങളോട് You പറയും. are loved. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. He will tell you with your name, saying, I love you with an everlasting love. നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ നിത്യമായി സ്നേഹിക്കും. Your heart, your soul will start filling with the agape of Christ. നിങ്ങളുടെ ഹൃദയവും ദേഹിയും ദൈവത്തിന്റെ അഗാപ്പെ സ്നേഹത്താൽ നിറയും. And he will whisper in your ear, saying, nothing can separate you from my love. എന്നിട്ട് നിങ്ങളുടെ കാതി വന്നിങ്ങനെ പറയും, എന്റെ സ്നേഹത്തിൽ നിന്നും ഒന്നിനെ നിങ്ങളെ He will whisper in your heart, saying, you are my handiwork. I was there knitting you together in your mother's womb. നിങ്ങളുടെ കാതി വന്ന് പറയും, നീ എൻ്റെ കൈപ്പണിയാണ്, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെ കോർത്തുണക്കിയെന്ന്. He will say, you are very precious because you are created in my image. എൻ്റെ ഛായയിലാണ് നിന്നെ സൃഷ്ടിച്ച്, അത്രയ്ക്ക് അമൂല്യമാണ് നിങ്ങൾ എന്ന് You have പറയും. been fearfully and wonderfully made. നിങ്ങൾ ഭയങ്കരമായും മനോഹരമായും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് You പറയും. are no longer an orphan. I have bought you with a price. You are mine. നിങ്ങൾ അനാഥരല്ല, ഞാൻ വില കൊടുത്ത് എൻ്റെതായിട്ട് നിങ്ങളെ വാങ്ങിയിരിക്കുന്നു എന്ന് You പറയും. are very precious to me. നീ എനിക്ക് എത്ര അമൂല്യമാണെന്ന് പറയും. You are my beloved. നീ എൻ്റെ വളരെയധികം You are സ്നേഹിക്കപ്പെടുന്നു my എന്ന് പറയും. treasured possession. ഓ, നിങ്ങളാണ് എൻ്റെ നിധി എന്ന് പറയും. You are valuable to me. നിങ്ങൾ അത്രയ്ക്ക് അമൂല്യമാണ് എനിക്കെന്ന് You are പറയും. handpicked. നിങ്ങളെ ഞാൻ കൈവച്ച് You have തെരഞ്ഞെടുക്കും. chosen. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. You have been called. നിങ്ങൾ I വിളിക്കപ്പെട്ടവരാണ്. have separated you. ഞാൻ നിങ്ങളെ I have വേർതിരിച്ചിരിക്കുന്നു. redeemed you. ഞാൻ നിങ്ങളെ I വിടുവിച്ചിരിക്കുന്നു. have restored you. ഞാൻ നിങ്ങളെ റെസ്റ്റോർ I have ചെയ്തു. great plans for you. നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര പദ്ധതികൾ, Plans to prosper you. അത് നിങ്ങളുടെ നന്മയ്ക്കാണ് അത്രേ. You are mine. നിങ്ങൾ എൻ്റേതാണ്. And you will feel his embrace around you. നിങ്ങളുടെ ചുറ്റും എൻ്റെ സ്നേഹം ഉയർന്നു വരും. The only response that we could give is tears rolling down. നമുക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന ഒറ്റയൊരു ഉത്തരം കണ്ണീന്ന് ഒഴുകുന്ന കണ്ണുനീരായിരിക്കും. Because you will be overwhelmed by his love, by his passion over your life. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും എരിവും നിങ്ങളെ കീഴടക്കും. That's what happens when we rest in his presence. അതാണ് സംഭവിക്കുന്നത് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Do you want to receive that? നിങ്ങൾക്ക് അതൊന്ന് I will പ്രാപിക്കാം. say amen to it. അതിനൊരു ആമേൻ പറയുന്നു. Should we make it as a yearly ritual? Once in a year? നമുക്കിത് ഓരോ വർഷം ചെയ്യുന്ന ഒരു കാര്യമാക്കി മാറ്റണോ? Once a day is beautiful if you can. Once in 2 days is minimum required, because we need to fill our tank with the love of the Father so that we don't reach out to any other source. We go to the source of love. ഒക്കുവാണെങ്കിൽ നമുക്കിത് ഓരോ ദിവസവും ചെയ്യണം, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. കാരണം നമുക്ക് ആവശ്യമാണ് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ടാങ്ക് നിറയ്ക്കുക. And that is what he was teaching his disciples. അതാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. We have verse 31, and he said to them, come away by yourself to a secluded place and rest a while. നോക്കാം 31-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കാം. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് അവർ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. Yeah, we did 2 meetings. One was a mission debrief, and the second was solitude. 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്നൊരു മിഷൻ ഡീബ്രീഫിങ്ങും മറ്റേത് തനിച്ചുള്ളൊരു മീറ്റിംഗ്. Okay, we go to verse 34. നമുക്ക് 34-ാമത്തെ വാക്യത്തിലേക്ക് പോവാം. അവർ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. You see what happens when you come from the place of rest, from the place where you have been filled by the love of the Father. When you and me see
people. We don't see bodies, but we will see with compassion. Compassion can only come from the source of compassion, from the one who has compassion and mercy, the Lord Almighty. He is the only one who's got the compassion and mercy. It comes from Him. And when you are filled with His mercy and compassion, when we see people, we are moved by compassion. ദൈവ സാന്നിധ്യത്തിൽ ആ വിശ്രമത്തിൽ നിന്ന് വരുമ്പോൾ എന്തുവാ പറ്റുന്നത് നിങ്ങൾ കണ്ടോ? ആ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുമ്പോൾ ആൾക്കാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന അവരുടെ കഷ്ടവും നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഇറക്കവുമായിരിക്കും. ആ ഇറക്കത്തിലാണ് പിന്നെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. There are many days after prayer time, I would go out or get into some work, and when I see people doing something wrong, I get agitated, I get irritated. I say, I would say, how can they live like this? Why are they doing this? Our perspective of people is very different. But when you come from the presence of God, we do not see people as somebody who is causing problem, but they are sheep without a shepherd, and we move with compassion. ചിലപ്പോഴൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വെളി വരുമ്പോഴത്തേക്കിനും ആൾക്കാരെ കാണുമ്പോൾ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ദേഷ്യവും കോപവും ഒക്കെ വരുമായിരുന്നു. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിച്ചിട്ട് ഞാൻ വരുമ്പോൾ അവരെ കാണുന്ന കാഴ്ചപ്പാട് മൊത്തം മാറും, ഇറക്കമായിരിക്കും അത്. The root word for compassion is from Hebrew is rakham. ഈ ഇറക്കം എന്നതിൻ്റെ ഹീബ്രു പദം rakham, which would mean womb. അതിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. Compassion's root word is womb. ആ ഇറക്കത്തിന്റെ വേരിന്റെ പദം എന്ന് പറയുന്നത് ഗർഭപാത്രം. It's a sense, not just a feeling, but it is something like a mother would feel on how to nurture and protect and cover the baby in the womb. That's compassion. അതൊരു അമ്മയ്ക്ക് തൻ്റെ കൊച്ചിനോട് തോന്നുന്ന കരുണയും സ്നേഹത്തിൻ്റെ അർത്ഥമാണ് ആ പദത്തിനുള്ളത്. It's a picture of deep love. ആഴമായ സ്നേഹത്തിൻ്റെ ഒരു പദമാണ്. It's a picture of nurturing and protecting and covering, taking care. അത് സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും കാത്തുകൊള്ളുന്നതിൻ്റെയും ഒരു പടമാണ്. I was thinking while I was reading this, studying this, I said, Lord, probably women will understand this more than men. ഞാൻ ഇതിനു വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, കർത്താവ് ഒരുപക്ഷെ സ്ത്രീകൾക്കായിരിക്കും പുരുഷന്മാരെക്കാൾ ഇത് മനസ്സിലാകുന്നത്. The Lord took me to Psalms 103 where it says, just as a father has compassion on his children. അപ്പം ദൈവം എൻ്റെ ശ്രദ്ധ സങ്കീർത്തനം 103 കൊണ്ടുപോയി. അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വചനം, ഒരു പിതാവിന് തൻ്റെ മക്കളിൽ ഇറക്കം തോന്നുന്ന പോലെ. Just as the father has compassion on his children, so the Lord has compassion on those who fear him. It's for everyone. We are wired to have compassion, but the world has taught us not to. ആ വചനം പറയുന്നത് ദൈവം തന്നെ ഭയപ്പെടുന്നവർക്ക് അങ്ങനെയാണ് ഇറക്കം കൊടുക്കുന്നതെന്ന്. ഇതാണ് ദൈവത്തിന്റെ സത്യം. എന്നാൽ ലോകം നമ്മളെ മറ്റൊന്നാണ് പഠിപ്പിക്കുന്നത്. So what's our reaction when you see people? അതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? When you go out to the busy street or a mall or a railway station or an airport, or you're in a flight or you're in a train, when you see multitude of people, what's your thinking at that point of time? അതുകൊണ്ട് തിരക്കുള്ളൊരു തിരക്കുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ, എയർപോർട്ടിലോ ബസ് സ്റ്റാൻഡിലോ റോഡിലോ നിങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ എന്തുമായിരിക്കും നിങ്ങളുടെ മനോഭാവം? Some of you might be thinking, I never noticed those people. നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല. That's apathy. അതാണ് ആപ്പത്തി. Apathy would mean I don't care. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു കെയറും ഇല്ല. Have you been in such situation where you're middle of lot of people and you don't care about others? നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ആൾക്കാരുടെ മധ്യേ ഇരിക്കുമ്പോൾ അവരെന്ത് തോന്നുന്നു നിങ്ങൾക്ക് യാതൊരു കരുതലുമില്ല. If we go from the heart of compassion, we will see that these are sheep without a shepherd. എങ്കിലും ഇറക്കത്തിന്റെ ഒരു മനോഭാവത്തോടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് ഇടയനില്ലാത്ത ആടുകളാണ്. Some of us, we get irritated. നമ്മൾ ചിലർക്ക് അങ്ങ് ഇറിറ്റേഷൻ ആണ്. Some of us, we get angry. നമ്മൾ ചിലർക്ക് കോപം വരും. Or people could be an interruption for us. അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ തടസ്സമായിട്ട് വരുന്നവരായിരിക്കും ആൾക്കാർ. This morning I pray we
get a heart of compassion. ഈ പകൽക്കാലം നമുക്ക് ഏവർക്കും ഇറക്കത്തിന്റെ ഒരു ഹൃദയം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. I have judged people. ഞാൻ ആൾക്കാരെ മുൻവിധിയോട് വിധിച്ചിട്ടുണ്ട്. I have told, they don't deserve to live. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ലെന്ന് I പോലും. have been very critical on people. ഞാൻ ആൾക്കാരെ വളരെയധികം ചോർന്നു നോക്കി അളന്നിട്ടുണ്ട്. I have been hopeless about people. ആൾക്കാരെ കുറിച്ച് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതായിട്ടുണ്ട്. There was anger. കോപമുണ്ടായിരുന്നു, There was disappointment. നിരാശയുണ്ടായിരുന്നു. And I would call it as a righteous anger. ഞാൻ പലപ്പോഴും അതിനെ ദൈവികമായ കോപം എന്ന് പോലും വിളിച്ചു. Sometimes I desired the wrath of God on people than the mercy of God. ഞാൻ പലപ്പോഴും ആ കോപത്തിൽ ദൈവകോപം ആൾക്കാരുടെ മേൽ ദൈവത്തിന്റെ ഇറക്കത്തിനേക്കാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. Like Jonah. യോനയെ പോലെ. You would prefer the wrath of God upon people than the mercy of God on them. യോനയെ പോലെ ദൈവത്തിന്റെ കോപം ആൾക്കാരുടെ മേൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ഇറക്കം അവരുടെ മേൽ വരുന്നതിനേക്കാൾ. But before God, എങ്കിലും ദൈവത്തിന്റെ മുമ്പേ all these people that you see in an airport or a railway station, നിങ്ങൾ ഈ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന ജനം മൊത്തം they were intricately created by God. വളരെയധികം ശ്രദ്ധയോടെയാണ് ദൈവം അവരെ കോർത്തണച്ച് And സൃഷ്ടിച്ചത്. God loves them. അവരെ ദൈവം സ്നേഹിക്കുന്നു. And each one of them so much that he spared his son. He did not spare his son to die on the cross. ഈ എത്രമാത്രം അവരിൽ ഓരോരുത്തരെയും സ്നേഹിച്ചെന്ന് വെച്ചാൽ അവരിൽ ഒരാൾക്ക് വേണ്ടി പോലും തൻ്റെ സ്വന്തം മകനെ കുരിശിൽ വിട്ടയച്ചു. The compassion that we might know is about a womb that a mother would carry a child for 9 months. നമുക്കറിയുന്ന ആ ഒരു ഇറക്കമെന്ന് പറയുന്ന ഒരു അമ്മ തൻ്റെ ഉദരത്തിൽ കൊച്ചിനെ 9 മാസം ചുമക്കുന്ന പോലാണ്. But Jesus was dreaming and preparing years and years before the child was conceived to have a plan for the child for the rest of the eternity. എങ്കിലും യേശു ക്രിസ്തുവാണെങ്കിൽ ആ കൊച്ചു ഉണ്ടാകുന്നതിന്റെ മുമ്പേ തന്നെ നിത്യതയോളം ആ കൊച്ചിന് വേണ്ടിയുള്ള പദ്ധതികൾ മനസ്സിൽ How much ഓർത്തിരിക്കുന്നു. more will he be moved by compassion? എത്ര അധികം ആ യേശു ക്രിസ്തു ഇറക്കത്തിനാൽ And ഹൃദയം we ചലിപ്പിക്കും. being created in the image of Christ, we are people with compassion. എന്നിട്ട് ദൈവഛായയിൽ സൃഷ്ടിച്ച നമുക്കും അതേ ഇറക്കം സാധിക്കും. And that's what Christ was demonstrating to his disciples. അതായിരുന്നു യേശു ക്രിസ്തു തന്റെ ശിഷ്യർക്ക് അവിടെ കാണിച്ചു കൊടുത്തത്. Lord, give us a heart of compassion. ഇറക്കത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ ദൈവമേ. Let that be our prayer today. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. Lord, give us a heart of compassion. ഇറക്കത്തിന്റെ ഒരു ഹൃദയം നമുക്ക് തരണമേ ദൈവം. Lord, give us a heart of compassion. ഇറക്കത്തിന്റെ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ Lord, I ദൈവം. have ignored people. ദൈവമേ, ഞാൻ ആൾക്കാരെ വിട്ടു I have തള്ളിയിട്ടുണ്ട്. walked away from them. അവരിൽ നിന്ന് ഞാൻ നടന്നു പോയിട്ടുണ്ട്. I was hopeless. ഞാൻ അവരെ കുറിച്ച് I have judged പ്രതീക്ഷയില്ലാത്തവരായിട്ടുണ്ട്. people. ഞാൻ ആൾക്കാരെ I've been വിധിച്ചിട്ടുണ്ട്. irritated with them. അവർ കാരണം എനിക്ക് ഇറിറ്റേഷൻ ഉണ്ട്. Lord, I felt they are an interruption എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ മുമ്പിൽ because I was so തടസ്സമാണ്. consumed by myself. കാരണം ഞാൻ എന്നെയും കൊണ്ട് തന്നെ But നിറഞ്ഞിരിക്കുന്നു. today I ask you for forgiveness, Father. എങ്കിലും ഇന്ന് പിതാവ് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. Lord, help me see the way you see people. അങ്ങ് മനുഷ്യരെ കാണുന്ന പോലെ കാണാനുള്ള കൃപ തരണം. Spirit of God, work in my heart that I will be moved with compassion as Jesus moved with compassion. ദൈവാത്മാവേ, എന്റെ ഉള്ളിൽ യേശുക്രിസ്തുവിനുണ്ടായ അതേ ഇറക്കത്താൽ എന്റെ ഹൃദയത്തെ Lord, ചലിപ്പിക്കണം. everyone in the city is so precious to you. ഈ നഗരത്തിലുള്ള ഓരോരുത്തരും അങ്ങേക്ക് അമൂല്യമാണ്. Spare none, Father. ഒരാളെയും വിടല്ലേ ദൈവം. Get them all into your household. അവരെ ഏവരെ അങ്ങയുടെ ഭവനത്തിലേക്ക് Lord, you കൂട്ടിച്ചേർക്കണം. did not spare me. എന്നെ അങ്ങ് വിട്ടില്ല. Lord, so don't spare anyone in the city. അതുകൊണ്ട് ഈ നഗരത്തിലെ ഒരാളെ പോലും വെറുതെ വിട. Give me a heart of compassion. ഇറക്കത്തിന്റെ ഹൃദയം എനിക്ക് Give തരണമേ. me a heart of compassion. ഇറക്കത്തിന്റെ ഹൃദയം എനിക്ക് Lord, I want to തരണമേ. be moved by compassion. ഇറക്കത്താൽ എന്റെ ഹൃദയം That ചലിക്കണം. is your nature in me. അങ്ങയുടെ ആ സ്വഭാവം ആ Oh, സ്വഭാവം എന്നിൽ കാണണം. Rezekebe babo rozendere kalarabazia. There is a move of the Holy Spirit in this place. പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം ഈ സ്ഥലത്തുണ്ട്. You will not see people the way you always saw. ഇതുവരെ കണ്ടപോലെ നിങ്ങൾക്ക് ഇനി ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. You will see that they are lost. അവര് വഴിതെറ്റിപ്പോയവരായിട്ട് നിങ്ങൾ കാണും. And they need a savior. അവർക്ക് ഒരു രക്ഷകനെ ആവശ്യമാണ്. You will see that they are orphans and they need a father. അവർ അനാഥരാണ്, അവർക്കൊരു പിതാവിനെ ആവശ്യമുണ്ട്. നിങ്ങളുടെ You കണ്ണ് will കാണും. see that they are broken and they need a healer. അവർ ഉടഞ്ഞിരിക്കുവാന്ന് നിങ്ങൾ കാണും. Hallelujah. ഹല്ലേലൂയ. How many of you will pray with me that God give me a heart of compassion? നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ പ്രാർത്ഥിക്കും, ദൈവമേ ഇറക്കത്തിന് ഒരു ഹൃദയം എനിക്ക് തരണമേ? Can it not be just about, hearing a sermon? Can it be a response to the Father? Lord, give me a heart of compassion. ഇത് നിങ്ങളൊരു പ്രസംഗം കേട്ടത് മാത്രമായി നിൽക്കാതെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം കൂടെ ആവുമോ? ദൈവമേ എനിക്ക് ഇറക്കത്തിന്റെ ഒരു ഹൃദയം തരണമേ. Can I hear your voice?
നമുക്കിതൊന്ന് കേൾക്കാൻ പറ്റുമോ? Can I hear your voice? എനിക്ക് അങ്ങനെ നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുമോ? Lord, give me a heart of compassion. ദൈവമേ എനിക്ക് കരുണയുടെ ഹൃദയം തരണമേ. Lord, give me a heart of compassion. ദൈവമേ എനിക്ക് കരുണയുടെ ഹൃദയം തരണമേ. Lord, let me be moved with compassion. കരുണയാൽ എൻ്റെ ഹൃദയം ചലിക്കണമേ ദൈവമേ. Hallelujah. Hallelujah. Oh, hallelujah. Ruhasiba Kazin Malandiro Shintendinatal Makadoro Rujemen Kabar Mundurozia. The Lord is reminding some people in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആൾക്കാരെ പറ്റി നിങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. To move with compassion for them. അവർക്ക് വേണ്ടി നിങ്ങൾ കരുണയോടെ ചലിക്കണം. It's reminding of people whom you have judged. നിങ്ങൾ വിധിച്ച ചിലരെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. To have heart full of love and mercy and compassion for them. അവർക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം മൊത്തം കരുണയാലും സ്നേഹത്താലും ഇറക്കത്താലും നിറയണം. We have a God, He's a God of forgiveness, He's gracious and compassionate, He's slow to anger and is abounding in mercy. That is our DNA. കാരണം നമ്മുടെ പിതാവ് കരുണയുടെ സ്നേഹമാണ്. കോപത്തിന് വേണ്ടി വേഗം ജ്വലിക്കാതെ കരുണയോടെ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും സാധ്യതകൾ കൊടുക്കുന്ന ഒരു ദൈവമാണ്. അതാണ് നമ്മുടെ പ്രകൃതവും. Let this manifest in our life. നമ്മുടെ ജീവിതത്തിലും ഇത് വെളിപ്പെടട്ടെ. Hallelujah. 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 Can you tell this over your life? I am compassionate. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മേൽ തന്നെ ഞാൻ കരുണയുള്ളവരാണ്? Louder. I am compassionate. പിതാവേ ഞാൻ കരുണയുള്ളവനാണ്. All right, we'll go to the next verse. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോവാം. Wait a minute. Okay, verse 34. Just read verse 34. നമുക്ക് 34-ാമത്തെ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാം. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. All right. So Jesus was moved with compassion. അപ്പോൾ യേശു ക്രിസ്തു കരുണയാൽ ചലിച്ചു. You know, I was just thinking about it today morning. ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുന്നതിനെ കുറിച്ച്. I'm not a pet lover. എനിക്ക് പെറ്റുകളോടൊന്നും അധികം സ്നേഹമൊന്നുമില്ല. But I have heard people, when they see a dog which is, hurt in the road. ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ റോഡിലൊക്കെ ഒരു പട്ടി മുറിവേറ്റ് കിടക്കുന്ന കാണുമ്പോൾ What are some of the reactions? അവർക്ക് ഉണ്ടാകുന്ന ചില റിയാക്ഷൻസ് എന്തൊക്കെയാണ്? Come on. Yeah? What are some of the reactions? എന്തുമായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന Just tell പ്രതികരണം? me some reactions. ഒന്ന് പറഞ്ഞാട്ടെ എന്തൊക്കെയായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന പ്രതികരണം? Uyo? Yeah? What else? Poor dog or whatever. What do you call it? കരുണ, കമ്പാഷൻ. But what comes from us? Ayo, yeah? അയ്യോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. We produce a lot of the sounds. നമ്മൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. Okay? That's sometimes it's because of the cuteness or because of the pain that they go through or whatever. And if you're driving, I would not even realize that there's a dog that is hurt. But I've heard people who would say, oh, ayo, and all that, and we pass by. It's just... പലപ്പോഴൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പോലും പാവില്ല അവിടെ ഒരു പട്ടിയുണ്ട് അതിന് മുറിവേറ്റിട്ടുണ്ടെന്ന്. പക്ഷെ ആൾക്കാർ കാണും അയ്യോ അമ്മോ എന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യുന്നു. But compassion from its root word womb, how a mother takes care and nurtures and protects. And what do you think the mother would do if we'll find somebody who is hurt? നമ്മൾ കരുണ എന്ന ആ പദം ഹീബ്രുവിൽ കേട്ടു. അതിൻ്റെ അർത്ഥം അമ്മയുടെ ഉദരം പോലാണ്. അങ്ങനെ സ്നേഹം കുഴിച്ചുപിള്ളെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? And you'll go away what? No, right? അച്ഛൻ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി അങ്ങ് You will പോവാ. stop there and you will treat it. വണ്ടി നിർത്തി പരിശോധിക്കും. Compassion requires action. കാരണം ആ കരുണ നമ്മളിൽ നിന്നും പ്രതികരണം ആവശ്യപ്പെടും. And it is not just, some sounds that we will produce. അത് നമ്മുടെ വായിന്ന് പുറപ്പെടുവിക്കുന്ന ഉച്ചരിക്കുന്ന ചില ശബ്ദങ്ങൾ മാത്രമല്ല. And Jesus did it beautifully and it really surprised me. യേശു ക്രിസ്തു മനോഹരമായിട്ട് ഇത് പ്രവർത്തിച്ചു. അതെന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. He knew the reason for his compassion was they were like a sheep without a shepherd. യേശു ക്രിസ്തുവിന് അറിയായിരുന്നു തന്റെ കരുണയുടെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവര് ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടത്തെ പോലെ. It is not like they're hungry or they're hurt. That might be some realities of this world, but the real issue is
they are orphans. യേശുക്രിസ്തുവിന് അന്നേരം അവർക്ക് വിശക്കുന്നോ മുറിവേറ്റുന്നോ ഒന്നും അല്ലായിരുന്നു കാര്യം. അങ്ങനെ ഉണ്ടായിരിക്കാം ഈ ലോകത്ത്, പക്ഷെ അന്നേരം ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടം പോലുള്ളായിരുന്നതാണ് I കാര്യം. always thought after this compassion, the next was feeding the 5,000. ഞാൻ പലപ്പോഴും ചിന്തിച്ചത് ഈ കരുണയുടെ ഇത് കാണിക്കുന്നത് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ്. Are you with me? Did നിങ്ങൾ you എൻ്റെ think കൂടെ ഉണ്ടോ? so? നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? But between the feeding the 5,000 and the compassion, there was something that happened. എങ്കിലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ആ കരുണയ്ക്ക് നടുവിൽ എന്തോ സംഭവിച്ചു. When Jesus was moved with compassion, he began to teach. യേശുക്രിസ്തു കരുണയാൽ ചലിച്ചപ്പോൾ Can I get the പ്രബോധിച്ചു തുടങ്ങി. Can I get the verse? എനിക്ക് ആ വചനം ഒന്ന് When Jesus was moved with compassion, he began to teach. യേശുക്രിസ്തു കരുണയിൽ ചലിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്ത് പഠിപ്പിക്കുകയാണ്. He felt compassion for them because they were like sheep without shepherd, and he began to teach. Tell this loudly. He began to teach. നമുക്കൊന്ന് പറയാം, അവൻ അവരെ ഉപദേശിച്ചു തുടങ്ങി. When you're moved with compassion on people, you don't go there to do something. Get them to hear the word of God. Give them first the bread of life before you give them the actual bread. നിങ്ങൾക്ക് ആൾക്കാരുടെ മേൽ കരുണ തോന്നുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി അവരുടെ ദൈവവചനം പങ്കിടുകയാണ്. Teach ജീവന്റെ them the അപ്പം. truth. അവരെ സത്യം പഠിപ്പിക്കുക. Because only the truth can set them free. കാരണം സത്യത്തിന് മാത്രമേ അവരെ മോചിപ്പിക്കാൻ സാധിക്കൂ. And you know the truth, so first teach them the truth. നിങ്ങൾക്ക് ആ സത്യം അറിയാം, അതുകൊണ്ട് ആദ്യം അവരെ ആ സത്യം പഠിപ്പിക്കുക. Are you with me? ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടോ? When you are moved with compassion, teach people. നിങ്ങൾ കരുണയാൽ ചലിക്കുമ്പോൾ ആൾക്കാരെ പഠിപ്പിക്കുക. And if you do not know what to teach, നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കണമെന്ന് അറിയില്ലെങ്കിൽ, yes, who said that? Exactly. ആരാണ് പറഞ്ഞത്? Join 1, 2, 3. 1, 2, 3 ചേരുക. I'm the brand ambassador for 1, 2, 3. Go back to the word. നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങുക. Make it a habit to learn and to be prepared to teach. പഠിക്കുന്നതും പഠിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതും നിങ്ങൾ ഒരു ശീലമാക്കുക. Don't just read Bible because somebody told you to read, but read Bible to learn and then start teaching. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രം ദൈവവചനം പഠിക്കാതെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് പഠിപ്പിക്കാനുമായിട്ട് ദൈവവചനം വായിക്കുക. So you learn and you teach. അപ്പോൾ നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. There, when you do that, it is a bit shallow. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ആഴം കുറവാണ്. So what do? You learn, നിങ്ങൾ പഠിക്കും, you do, നിങ്ങൾ ചെയ്യും, and out of the doing, teach. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പഠിപ്പിക്കുക. Be prepared in season, out of season on what you want to teach. കാലമാണെങ്കിലും കാലമല്ലെങ്കിലും നിങ്ങൾ എന്ത് പ്രബോധിക്കണമെന്ന് ഒരുങ്ങിയിരിക്കുക. Otherwise, you will be moved with compassion because God is answering your prayer. അല്ലെങ്കിൽ നിങ്ങൾ കരുണയിൽ ചലിക്കും, കാരണം ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. And you will go in that flight or the train or the car and say, "Ayyo," and you will go away. നിങ്ങൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ കാറിലോ പോകുമ്പോൾ എന്നിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞു പോവുകയും. Because you do not know what to teach. കാരണം എന്ത് പഠിപ്പിക്കണം നിങ്ങൾക്ക് അറിയില്ല. Are you with me? നിങ്ങളുടെ കൂടെ ഉണ്ടോ? So learn, പഠിക്കുക, meditate, ധ്യാനിക്കുക. so that in season, out of season, you're prepared to teach. അപ്പം അതുകൊണ്ട് കാലമാണെങ്കിലും കാലമല്ലെങ്കിലും നിങ്ങൾ ഒരുക്കമായിരിക്കും പഠിപ്പിക്കാൻ. So he began to teach them many things. അതുകൊണ്ട് പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു തുടങ്ങി. Verse 35. 35-ാമത്തെ വാക്യം നമുക്കതൊന്ന് വായിക്കാം. We have to go up to 44, so help me guys, we'll move faster. നമുക്ക് 44 വരെ പോകണം, അതുകൊണ്ട് എന്നെ സഹായിക്കുക എല്ലാവരും. When it is already quite late. ഇപ്പൊ തന്നെ കുറച്ച് വൈകി. No. സോറി, ദൈവവചനം. I get the message. God speaks through various forms. ദൈവം പല രീതിയിൽ സംസാരിക്കുന്നു. നമുക്കതൊന്ന് I വായിക്കാം. am going till 44 today. എന്തൊക്കെ നടന്നാലും ഞാൻ 44 വരെ പോകും. Verse 35. നമുക്ക് 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം മലയാളത്തിൽ. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശമല്ലോ, Read. ഭക്ഷിപ്പാനില്ലാകിയാൽ അവർ ചുറ്റുമുള്ള കടകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ Wait there. Okay. What did the disciples do? എന്താണ് ശിഷ്യന്മാർ ചെയ്തത്? They identified the problem.
അവരുടെ പ്രശ്നമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. that there is not enough food to feed this multitude, so they went to Jesus with their problem. ഈ ജനക്കൂട്ടത്തിന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവരുടെ കയ്യിൽ ഇല്ലെന്ന് കണ്ടറിഞ്ഞ് അവർ ആ പ്രശ്നം യേശുക്രിസ്തുവിലേക്ക് Do കൊണ്ടുപോയി. you think they did the right thing going to Jesus with the problem? Yes or no? ഈ പ്രശ്നം യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുപോയത് ഒരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Come on. No, you're not sure. Do you think it was right for them to go to Jesus with their problem? Yes or no? അവരുടെ പ്രശ്നം യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുപോയത് ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. Yes? Yes? Can you give the disciples a good hand, please? നമുക്ക് ഏവർക്കും ആ ശിഷ്യന്മാർക്ക് നല്ല കൈ കെട്ടുക. They did a right thing. കാരണം അവർ ശരിയായ കാര്യമാണ് ചെയ്തത്. If there is a problem, where do you go to? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? Jesus. യേശുക്രിസ്തുവിലേക്ക്. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Hello? But just state the problem and leave it to God. ആ പ്രശ്നം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. We tell the problem and we also tell the solution to Jesus. നമ്മൾ പലപ്പോഴും ആ പ്രശ്നവും അതിനുള്ള മാർഗവും ദൈവത്തിനോട് പറയുവാണ്. We know there is a problem, we'll tell the problem, we'll tell the solution, we'll counsel, we'll give advice to God as well. നമ്മൾ നമ്മുടെ പ്രശ്നവും അതിനുള്ള പരിഹാരവും പിന്നെ കൗൺസിലിംഗ് കൂടി ദൈവത്തിന് പറഞ്ഞു കൊടുക്കും. Yes, that's exactly what they did. അതാണ് അവരും ചെയ്തത്. They said, send them home before it is dark. Very practical. അവർ പ്രാക്ടിക്കലായ കാര്യം പറഞ്ഞു. ഇരുട്ടുന്നതിന് മുമ്പ് അവരെവരെയും വീട്ടിലേക്ക് മടക്കി അയക്കുക. If I was the disciple, I would have done the same. ഞാൻ ആ ശിഷ്യനാണെങ്കിൽ ഞാനും അത് തന്നെ ചെയ്തേനെ. Send them home before it is dark. They should reach the village. If the Google map says it will take 1 hour, so let them reach on time and let them find the food. ഗൂഗിൾ മാപ്പിൽ പറയുന്നത് മടങ്ങാൻ 1 മണിക്കൂർ ആകുന്നതാണ്. അപ്പം നേരത്തെ തന്നെ അവരെ പറഞ്ഞയക്കുക, ഇരുട്ടുന്നതിന് മുമ്പ് അവർ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. When we go to the Father, don't go with a solution. നമ്മൾ പിതാവിന്റെ അരികെ പോകുമ്പോൾ ഒരു പരിഹാരമായിട്ട് പോകും. Our Father has a lot of creative solutions. നമ്മുടെ പിതാവിന് വളരെയധികം നല്ല And പരിഹാരങ്ങളാണ്. every time He wants to do something which no eyes have seen, no ears have heard. ഓരോ പ്രാവശ്യവും ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഒരു കണ്ണും കണ്ടിട്ട് ഒരു കാതും കേട്ടിട്ടുമില്ല. Give Him a chance. ദൈവത്തിന് ഒരു അവസരം കൊടുക്കുക. Tell Him there is a problem we need to feed. You know how to feed. Feed. പറയുക ദൈവത്തിനോട്, ദൈവമേ ഒരു പ്രശ്നമുണ്ട്, നിനക്ക് എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് അറിയാമെങ്കിൽ കൊടുക്കുക. Didn't they remember what Jesus did in Cana? കാനാനിലെ ദൈവം എന്തു വച്ച് പ്രവർത്തിച്ചെന്ന് അവർ ഓർമ്മയില്ലായിരുന്നു. Some of the finest wine came from Jesus. ഏറ്റവും മനോഹരമായ വീഞ്ഞ് കൊടുത്തതെന്ന് യേശുക്രിസ്തു. Didn't they remember how manna was given to the Israelites? ഇസ്രായേൽ മക്കൾക്ക് വനാന്തരത്ത് എങ്ങനെയാണ് മന്ന കൊടുത്തെന്ന് അവർ ഓർത്തില്ല. Do you think our God is able? നമ്മുടെ പിതാവിനാൽ അത് സാധ്യം നിങ്ങൾ Do വിശ്വസിക്കുന്നു? you think our God is able? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ പിതാവിനാൽ അത് Do you സാധ്യം? think our God is able? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ Can പിതാവിനാൽ you അത് tell this സാധ്യമെന്ന്? louder? Our God is able. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ Our God is able. നമ്മുടെ പിതാവിനാൽ അത് സാധ്യം. He can do creative miracles which we have never seen before. Again and again and again He can surprise us with a lot of creative miracles. നമ്മുടെ പിതാവിന് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്താൻ സാധിക്കും. Any amen to that? Jesus' response to them was verse 37. യേശുക്രിസ്തുവിന് അവരോടുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. അത് 37-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് You feed them. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പീന്നാ പറഞ്ഞു. Tell that loudly. നിങ്ങൾ അതൊന്ന് ഒച്ചത്തിൽ പറഞ്ഞാട്ടെ. You feed them. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ. See, Jesus expected the disciples to do the miracle that He did that day, for which He said, you feed them. യേശുക്രിസ്തു അന്ന് ചെയ്ത ആ അത്ഭുതം അവരും ചെയ്യണമെന്ന് യേശുക്രിസ്തു അവരിൽ നിന്ന് പ്രതീക്ഷിച്ചു. They just came back from the ministry, casting out demons, healing the sick. They had categories of different miracles that they saw, but they could not figure out that God can do something really different in this place. അവരും ഒരു വ്യത്യസ്തമായ മിനിസ്ട്രി കഴിഞ്ഞിട്ട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടാണ് വന്നേ. എങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല വളരെ വ്യത്യസ്തമായ അനുഭവത്തിൽ നിന്നും പുറത്തുള്ള ഒരു അത്ഭുതം പോലും ദൈവത്തിന് So when you go to Christ and say, God, this is a problem, we need a solution, Christ says, you feed them. അതുകൊണ്ടാണ് നിങ്ങളൊരു പ്രശ്നമെടുത്ത് ക്രിസ്തുവിലേക്ക് പോകുമ്പോൾ ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. If there is a problem and you go to Father and you say there is a problem like this, His answer is, you are the answer to that problem. നിങ്ങളൊരു പ്രശ്നമായിട്ട് പിതാവിന്റെ മധ്യേ പോകുമ്പോൾ പിതാവിന്റെ ഉത്തരം അതാണ്, നിങ്ങളാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. You are the answer for that problem. നിങ്ങളാണ് ആ പ്രശ്നത്തിന്റെ ഉത്തരം. If there is any problem in this city,
We are the answer to that problem. ഈ നഗരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളാണ് അതിന്റെ ഉത്തരം. If we tell the Lord, Lord, there is a famine out there, God says, you feed them. നമ്മൾ ദൈവത്തോട് പറയുക, ദൈവം അവിടെ ഒരു ക്ഷാമം ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം പറയും നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. There is a problem with drug addiction in the city, God says, you deliver them. മയക്കുമരുന്ന് ബോധയുടെ ഒരു പ്രശ്നം ഈ നഗരത്തുണ്ടെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും നിങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ. There is sickness in the city, God says, you heal them. ഈ നഗരത്തിൽ അസുഖങ്ങളുണ്ടെങ്കിൽ ദൈവം പറയും നിങ്ങൾ അവരെ പോയി സൗഖ്യമാക്കാൻ. You and me are the solutions to the problem. നിങ്ങളും ഞാനുമാണ് പ്രശ്നങ്ങൾക്കുള്ള But പരിഹാരം. not alone. ദൈവം മാത്രമല്ല, He does the miracle. ദൈവം അത്ഭുതം He is സൃഷ്ടിക്കും. the miracle worker. ദൈവമാണ് അത്ഭുതം He ചെയ്യുന്നത്. does the miracle. ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. But He would do it through us. പക്ഷെ നമ്മൾ കൂടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? He expects us to participate in His miracle. ദൈവത്തിന്റെ കൂടെ നമ്മൾ പ്രതികരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. See, He can just say, let there be fishes, let there be bread, let everyone, not only that, He can actually say, let everyone be full. യേശുക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ പറയുന്നത് എല്ലാവരുടെ വയറങ്ങ് നിറയട്ടെ എന്നങ്ങ് ഒറ്റ വാക്കി പറയായിരുന്നു. Suddenly, oh, I feel full. പെട്ടെന്ന് എല്ലാവരും എൻ്റെ വയർ നിറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. He can. ദൈവത്തിന് അതും സാധ്യം. But He still said, എങ്കിലും ദൈവം പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. He could just say, water, turn to wine. ദൈവത്തിന് പറയായിരുന്നു വെള്ളം അങ്ങ് വീഞ്ഞായി മാറട്ടെ. But He still said, fill the jars with water. Participate in the miracle. എങ്കിലും ദൈവം പറഞ്ഞത് നിങ്ങൾ ആ വെള്ളം അതിൽ നിറച്ചു വെക്കാനാണ്, എൻ്റെ കൂടെ പങ്കെടുക്കാനാണ്. See, Lazarus was in the tomb. ലാസറസ് കല്ലറയിലായിരുന്നു. He could just say, Lazarus, come out. Don't you think that the stone would be moved? Lazarus, come out. His clothes will be removed. Is that possible? Is our God able? നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞിരുന്നെങ്കിൽ ആ കല്ല് താനെ നീങ്ങി അതിനകത്തുനിന്ന് ആ വസ്ത്രമൊക്കെ താനെ പോയി ലാസറസ് വെളി വന്നേ. But He still told His people, move the stone. And He did the miracle. And He said, participate in the miracle, untie Lazarus. എങ്കിലും യേശുക്രിസ്തു പറഞ്ഞത് ആ കല്ല് നിങ്ങൾ നീക്കുക, വായിന്ന് വചനം പുറപ്പെടുവിച്ചു, ലാസറസ് വന്നിട്ട് ആ അഴുക്ക് തുണിയൊക്കെ എടുത്ത് മാറ്റാനും പറഞ്ഞ് അവരോട് കൂടെ പങ്കിടാൻ പറഞ്ഞു. ആ പ്രവൃത്തി. We are a part of the solution that the city needs. ഈ നഗരത്തിന് ആവശ്യമുള്ള ഉത്തരത്തിന്റെ ഒരു ഭാഗം നമ്മളാണ്. Everything that the city needs will go from our hands and feet. ഈ നഗരത്തിന് ആവശ്യമുള്ള സർവ്വം നമ്മുടെ പാദത്തിലും നമ്മുടെ കരങ്ങളിലും കൂടിയാണ് പോകുന്നത്. We will feed them. നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. He does the miracle. ദൈവം അത്ഭുതം ചെയ്യും. We heal them. നമ്മൾക്ക് അവർ സൗഖ്യം He കൊടുക്കും. does the miracle. ദൈവമാണ് അവിടെ അത്ഭുതം. We will do the deliverance. നമ്മൾ ഡെലിവറൻസ് He ചെയ്യും. does the miracle. ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. We will provide. നമ്മൾ കരുതും. He brings the provision. ദൈവമാണ് അതിന് Are you able ആവശ്യമുള്ളത്. to see how this partnership works? നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പാർട്ട്ണർഷിപ്പ് പ്രവർത്തിക്കുന്നത്. And if we close our fist like this, നമ്മുടെ കരങ്ങൾ നമ്മൾ ഇതുപോലെ മുറുക്കി പിടിച്ചാൽ, with what little that we have, നമുക്കുള്ള അല്പം കൊണ്ട് it will never go out of your hand. അത് ഒരിക്കലും നിങ്ങളുടെ കൈവിട്ടു You and me can be very happy with what you're holding. നമുക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് സന്തോഷിക്കാം. And that's why in the next verse Christ says, what do you have? അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ക്രിസ്തു ചോദിക്കുന്നത് It's നിങ്ങളുടെ a കയ്യിൽ എന്താണ്? standard question by our God. ദൈവത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. He asked Moses, what do you have? മോശ ചോദിച്ചു നിനക്ക് എന്തോ കയ്യിലുള്ളേ? He had a shepherd's staff. അദ്ദേഹത്തിന് ഇടയന്റെ കമ്പായിരുന്നു The കയ്യിൽ. shepherd's staff became a rod of judgment. ആ ഇടയന്റെ കോല് ഒരു ന്യായവിധിയുടെ കോലായി മാറി. So what do you have? നിങ്ങളുടെ കാര്യത്തിൽ എന്തുവാണുള്ളത്? And if you hold on tightly in your fist, നിങ്ങൾ അത് മുറുകി it പിടിച്ചുകൊണ്ടിരുന്നാൽ never will become a blessing. അത് ഒരിക്കലും അനുഗ്രഹമായി മാറില്ല. Open your fist. നിങ്ങളുടെ കരങ്ങൾ തുറക്കുക. Let go of what you have. Give it in the Lord's hand. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. Everything that God gave you, give it back to God. ദൈവം നിങ്ങൾക്ക് തന്നതൊക്കെ ദൈവത്തിന് തിരിച്ചു വിട്ടുകൊടുക്കുക. He is able, more than able, to multiply it and meet the needs of the city here, and many will come to know Him. അത് വിസ്താരമാക്കി വർദ്ധിപ്പിച്ച് ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ ദൈവമാൽ സാധ്യമാണ്. Don't hold on to that little that you have. അതുകൊണ്ട് ഉള്ള അല്പത്തെ മുറുകി പിടിക്കുക. I refuse to believe that there was nobody else in that place who had food. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടായിരുന്ന മറ്റൊരാളും You ഇല്ലായിരുന്നു. mean to say 5,000 men and nobody had food carrying with them? നിങ്ങൾ എന്നോട് പറയുവാണോ 5000 പേരുണ്ടായിരുന്നു ഒരാളുടെ കയ്യിൽ പോലും ഭക്ഷണം കരുതിയിട്ടില്ലെന്ന്? They were holding on to it. അവർ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They held on to it. അവരത് പിടിച്ചുകൊണ്ടിരുന്നു. What happened to that?
അവർക്ക് എന്ത് പറ്റി? It remained with them still. അവരുടെ കരത്തിൽ മാത്രമായിട്ട് There അങ്ങ് was one young boy who opened the fist and said, I give it to my Lord's hand. എങ്കിലും ഒരു ബാലൻ കരം തുടർന്ന് ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. The little that you have, bring it to the Lord. നിങ്ങൾക്കുള്ള അല്പം ദൈവസാന്നിധ്യത്തിൽ കൊണ്ടുവരിക. You know, the mindset that we carry is with the little that we have, God, I lack this, I do not have enough, I can't do much without you blessing my bank account, I cannot do much of a release. What is this happening? I don't have. Get out of it. That's why Christ says, what do you have? നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് ദൈവം എൻ്റെ കയ്യിൽ ഇത്രയുമേ ഉള്ളൂ, ഇത് ഇപ്പം തീർന്നു അധികമില്ല, എനിക്ക് ബാങ്കിലുള്ളത് തീർന്നു എന്നാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ ദൈവം നിങ്ങളോട് ചോദിക്കുന്നത്, നിന്റെ കരത്തിൽ എന്തുണ്ട്? He is not asking what you lack, he is asking what you have. നിങ്ങളുടെ കയ്യിൽ എന്തില്ലെന്നല്ല ദൈവം ചോദിക്കുന്നത്, എന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത്. With what you have, he can multiply. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് ദൈവത്തിന് With അധികമാക്കാൻ what സാധിക്കും. little you have, you can multiply. നിങ്ങളുടെ അല്പം ദൈവത്തിന് അധികമാക്കാൻ With a സാധിക്കും. little skill that you have, നിങ്ങൾക്കുള്ള അല്പം കഴിവ്, with a little talent that you have, നിങ്ങൾക്കുള്ള അല്പം ടാലന്റ്, with a little money that you have, നിങ്ങൾക്കുള്ള അല്പം കാശ്, with little time that you have, നിങ്ങൾക്കുള്ള അല്പം നേരം, with little things that you have, അല്പം കാര്യങ്ങൾ, with little, ideas that you have, നിങ്ങൾക്കുള്ള ചെറിയ ഐഡിയകൾ take it to the Lord. ദൈവസാന്നിധ്യത്തിൽ കൊണ്ടുപോകുക. Take it to the Lord. ദൈവസാന്നിധ്യത്തിൽ Now കൊണ്ടുപോകുക. when you go to prayer, നിങ്ങൾ പ്രാർത്ഥിക്കാൻ you പോകുമ്പോൾ tell Lord, the city has a problem, ദൈവത്തോട് പറയാ, ദൈവമേ നഗരത്തിൽ ഒരു ആവശ്യമുണ്ട്, but I just have a bit of coding skill. Here it is. എനിക്കൊരു അല്പം കോഡിംഗ് സ്കില്ലേ ഉള്ളൂ, ഇന്നാ അത് പിടിച്ചോ. Trust me, God will build an application which will help a lot of people in this generation. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, അതുകൊണ്ട് ദൈവം ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കും, അത് അനേകം പേർക്ക് അനുഗ്രഹമായി മാറും. God, there is a problem in the city. ഈ നഗരത്തിൽ ഒരു പ്രശ്നമുണ്ട് പിതാവേ, All I can do is take a photograph. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമാണ്. Here is my phone and my skill to do a photography. ഇതാണ് പിതാവേ എന്റെ ഫോണും എന്റെ ആ ഫോട്ടോ എടുക്കുന്ന കഴിവ്. Trust me, your one picture can change a generation. നിങ്ങൾ വിശ്വസിക്കുക ജനമേ, നിങ്ങളുടെ ഒരു പടം തലമുറകളെ But മാറ്റും. as long as you keep cribbing that I don't have, nothing can be done. It's like Israelites who wandered for 40 years. നിങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും നിങ്ങളെ കൊണ്ട് സാധിക്കത്തുമില്ല. 40 കൊല്ലം വനാന്തരത്തിൽ അലഞ്ഞിരിഞ്ഞ പോലെ അലയേണ്ടി വരും. Can the church get excited with the little that we have? നിങ്ങൾക്കുള്ള അല്പം കൊണ്ട് സഭയ്ക്കൊന്ന് സന്തോഷപ്പെടാം. That little is not little for God. കാരണം ആ അല്പം ദൈവത്തിന് അല്പമല്ല. That little with God's miracle power is feeding a generation or a multitude. ആ ദൈവത്തിന്റെ ശക്തിയാൽ ആ അല്പം കൊണ്ട് ദൈവജനങ്ങളെ തലമുറയോളം പോഷിക്കാൻ. Verse 37 it says, you give them something to eat or feed them. 37ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, നീ അവർക്ക് ഭക്ഷിക്കാനുള്ള കൊടുക്കുക. Feed them. അവർക്ക് ഭക്ഷിക്കാനുള്ള കൊടുക്കുക. I want you to hear this voice of God. God saying, feed them. നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുക, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. At your workplace, feed them. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. You're in a busy place, feed them. നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. And if you ask God, how do we do this? God will simply say, what do you have? അത് ഞാൻ എങ്ങനെ ചെയ്യും നിങ്ങൾ ചോദിച്ചാൽ ദൈവം നിങ്ങളോട് പറഞ്ഞു ഇത്രയുള്ളൂ, നിന്റെ കരത്തിൽ എന്തുണ്ട്. And if you entrust what you have, He will bless it, He will break it, and He will use your hands to distribute that miracle. Everyone will eat and will be satisfied, and there will be still abundance to carry over. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾ വിശ്വസിച്ച് സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം അത് മുറിക്കും, അതിനെ വാഴ്ത്തി മുറിക്കും, ഉള്ളവർക്ക് മൊത്തം അതൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. Can we all rise up? നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? I believe ഞാൻ വിശ്വസിക്കുന്നു God is raising a generation who will impact nations. ദേശങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്ന തലമുറയെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കുക. It is not with what little you have or what you lack. It is the mighty power of God upon the little that you give. God can do a miracle. അത് നിങ്ങൾക്ക് എന്തില്ല, എത്ര കുറവുണ്ടെന്നുള്ള അടിസ്ഥാനത്തിലല്ല, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവത്തിന്റെ അതിവലുമായ ശക്തി അതിൽ വന്ന് അതുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ I സാധിക്കുമെന്ന്. believe there will be businesses that will go into nations.
ദേശങ്ങളിലേക്ക് പോകുന്ന ബിസിനസ്സുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. With what little that you're doing today, take it to the Lord and give it in His hand. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന അല്പം എടുത്ത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. And it is not just to get some money, no, it is through that business you would be impacting lives. അത് കുറച്ച് കാശ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, അത് കാരണം ജീവിതങ്ങളെ ഇമ്പാക്ട് ചെയ്യാനാണ്. Some of you are placed at a workplace. ചിലർ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെച്ചിരിക്കുന്നു. You will be of great influence at your workplace. അവിടെ നിങ്ങൾക്ക് അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാവും. I believe the Lord is moving hearts and there will be a deep compassion for people around you at your workplace. ഹൃദയങ്ങളെ ദൈവം ഇവിടെ ചലിപ്പിക്കുക എന്ന് ഞാൻ സെൻസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അധികം കരുണ കാണും നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർക്ക് മേൽ. God will use your little to multiply and feed people around you. നിങ്ങൾക്കുള്ള അല്പത്തെ ദൈവം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പോഷിക്കാൻ ഉപയോഗിക്കും. Hallelujah. Hallelujah. I prophesy that the church will be of great influence in this city. ഞാൻ പ്രവചിക്കുന്നു സഭ അധികം ഇൻഫ്ലുവൻസ് ഈ നഗരത്തിൽ There will ഉണ്ടാകും. be a drawing of multitudes in this place. അധികം ആൾക്കാരെ ഈ സ്ഥലത്തേക്ക് ആകർഷിക്കും. There will be a drawing of multitude into this place. അധികം ആൾക്കാർ ഈ സ്ഥലത്തിലേക്ക് ആകർഷിക്കുമെന്ന്. That there would be a fullness and overflow of people ഒരു നിറഞ്ഞ ആൾക്കാരെ കൊണ്ട് കവിഞ്ഞൊഴുകുന്ന അനുഭവം ഇവിടെ ഉണ്ടാവും. coming to receive from Christ. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാനായി അവിടെ എത്തിച്ചേരും. And this is accelerating. ഇത് വേഗത It വർദ്ധിപ്പിക്കും. is going to happen very soon. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കും. The Spirit of the Lord is here. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. I again sense and I feel so strongly He's just drawing you to get into His presence. ഞാൻ വളരെ ശക്തമായിട്ട് ഇവിടെ സെൻസ് ചെയ്യുന്നു, ദൈവം നിങ്ങളെ ദൈവ സാന്നിധ്യത്തിലേക്ക് അരികം വിളിക്കുകയാണ്. I don't know how do I put it. He's not have enough of us. He wants more to be with Him. That's how deeply He loves us. നമ്മൾ കൊടുക്കുന്നത് കൊണ്ടൊന്നും ദൈവത്തിന് തൃപ്തിയായിട്ടില്ല. അധികമായിട്ട് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നു. ആഴത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. I believe everyone who heard the word today and who prayed the prayer for compassion, you're going with a heart of compassion. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ വചനം കേട്ടവരൊക്കെ കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹൃദയം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കരുണയോടാണ് ഇവിടെ വിട്ടു പോകുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. You will love people. നിങ്ങൾ ആൾക്കാരെ സ്നേഹിക്കും. Not just your own, but everyone who belongs to the Father, whom our Father has created, you will love them. അത് നിങ്ങളുടെ സ്വന്തക്കാരെ മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച സർവ്വരെയും നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കും. Hallelujah. 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 You will go to the Father and say, Father, there is an addiction problem in the city. നിങ്ങൾ പിതാവിന്റെ അടുത്ത് പോയി പറയും, പിതാവേ ഈ നഗരത്തിൽ ഒരു അഡിക്ഷന്റെ പ്രശ്നമുണ്ട്. Father, there is a suicide problem in the city. ഇവിടെ ആത്മഹത്യയുടെ പ്രശ്നമുണ്ട്. Father, there is a divorce problem in the city. ഡിവോഴ്സിന്റെ പ്രശ്നമുണ്ട് ഈ നഗരത്തിൽ. The Lord will say, you be the solution.
ദൈവം പറയും നീ ആയിരിക്കും അതിന്റെ പരിഹാരം. Hallelujah. ഹല്ലേലൂയ. And then I believe you will lift up what little you have and you'll say, Lord, do a miracle. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള അല്പം നിങ്ങൾ ദൈവത്തിന് കാണിച്ചിട്ട് ദൈവമേ ഒരു അത്ഭുതം പ്രവർത്തിക്കുക Lord, do a miracle. ഒരു അത്ഭുതം പ്രവർത്തിക്കുക എന്ന് Can you പറയുമ്പോൾ tell this loudly? Lord, do a miracle. നിങ്ങൾക്ക് ഒച്ചത്തിൽ പറയാമോ ദൈവം ഒരു അത്ഭുതം Lord, do a miracle in this city. ഈ നഗരത്തിൽ ഒരു അത്ഭുതം And പ്രവർത്തിക്കുക. our God, who is the Elohim, the God Almighty, will do a miracle. എലോഹിമായ ശക്തനായ നമ്മുടെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. The great I am will do a miracle. അത്യുന്നതനായ ഞാനാകുന്നവനായ ദൈവം The ഒരു Lord വലിയ who അത്ഭുതം said, പ്രവർത്തിക്കും. I am who I am will do a miracle. ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം ഒരു അത്ഭുതം The പ്രവർത്തിക്കും. Lord El Shaddai, God Almighty, will come through with your little and He will do a miracle. എൽ ശദായായ അതിശക്തനായ ദൈവം നിങ്ങളുടെ അല്പം കൊണ്ട് വന്ന് വലിയ കാര്യങ്ങൾ The പ്രവർത്തിക്കും. everlasting God will do a miracle. നിത്യമായ നമ്മുടെ ദൈവം ഒരു അത്ഭുതം The പ്രവർത്തിക്കും. unchanging God will see you through. മാറാത്ത നമ്മുടെ ദൈവം അവസാനം വരെ നിങ്ങളെ The കൊണ്ടുപോകും. sovereign God will do a miracle. അതിശക്തനായ നമ്മുടെ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യും. The Lord of hosts, Jehovah Shabbaoth, will come through and will do a miracle. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സബോത്ത് വന്ന് വലിയൊരു അത്ഭുതം ചെയ്യും. Oh, the King of Kings will establish. രാജാക്കന്മാരുടെ രാജാവായ ദൈവം സ്ഥാപിക്കും. Hallelujah. ഹല്ലേലൂയ. Our God is able. നമ്മുടെ ദൈവത്താൽ സാധ്യം. Our God is able. നമ്മുടെ ദൈവത്താൽ Can you സാധ്യം. tell this loudly? Our God is able. നിങ്ങൾക്ക് ഒച്ചത്തിൽ ഒന്ന് പറയാം നമ്മുടെ Abba, ദൈവത്താൽ you are സാധ്യം. an able God, Abba. നമ്മുടെ ദൈവത്താൽ എന്തും സാധ്യം. Hallelujah. ഹല്ലേലൂയ. With the little that you bring, നിങ്ങൾ കൊണ്ടുവരുന്ന അല്പം കൊണ്ട് God will do a great miracle. ദൈവം വലിയ അത്ഭുതം ചെയ്യും. Hallelujah. ഹല്ലേലൂയ. Father, we humble ourselves. പിതാവേ ഞങ്ങളെ തന്നെ താഴ്ത്തും. We give ourselves to this word. ഈ വചനത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. Truly, Father, help us live this ഇത് സത്യമായിട്ട് ജീവിക്കാനുള്ള ബലം തരണം. every day, ഓരോ ദിവസവും to come into your solitude, ഒറ്റയ്ക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ വരാൻ, to be loved by you, അങ്ങായി സ്നേഹിക്കപ്പെടുവാൻ, to move with compassion for people, കരുണയാൽ ആർക്കാരുടെ മേൽ ചലിക്കാൻ, and to move into action പ്രവൃത്തിയിൽ ചലിക്കാൻ. with the little that we have. ഞങ്ങൾക്കുള്ള അല്പം കൊണ്ട് You be glorified, അങ്ങ് അതിൽ മഹിമപ്പെടും, you be exalted. അങ്ങ് അതിൽ ഉയർത്തപ്പെടും. Father, will not focus on our lack, ഞങ്ങളുടെ ഇല്ലായ്മയിൽ ഞങ്ങൾ ശ്രദ്ധ but കേന്ദ്രീകരിക്കുന്നു. focus on what you can do with what we have little. ഞങ്ങൾക്കുള്ള അല്പം കൊണ്ട് അങ്ങേക്ക് എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ ശ്രദ്ധ Father, കേന്ദ്രീകരിക്കുന്നു. will love you, Abba. പിതാവേ ഞങ്ങൾ അങ്ങേ Can സ്നേഹിക്കുന്നു. everybody with your voice so out say, I love you, Father. എല്ലാവർക്കും ഒച്ചത്തിൽ പറയാ പിതാവേ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. I love you, Father. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പ. I love you, Abba. ഞാൻ അങ്ങേ I സ്നേഹിക്കുന്നപ്പ. love you, Abba. ഞാൻ അങ്ങേ We സ്നേഹിക്കുന്നപ്പ. love you, Abba. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ. Papa, we love you. അപ്പ ഞങ്ങൾ അങ്ങേ We സ്നേഹിക്കുന്നു. love you. We love you. We love you, Father. ഞങ്ങൾ അങ്ങേ Love you സ്നേഹിക്കുന്നു. with all our heart, mind, and soul. ഞങ്ങളുടെ You are പൂർണ്ണ- everything for us. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയവും മനസ്സും ദൈവം കൊണ്ട് അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി In Jesus' സർവ്വവും. name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.